പൂജപ്പുരയിലെ LDF സ്ഥാനാർത്ഥി ആർ രമാദേവിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട തകർക്കുവാൻ ചിട്ടയായ മികച്ച പ്രവർത്തനങ്ങളാണ് LDF ഇവിടെ കാഴ്ചവെക്കുന്നത്. ഞാൻ ആർ രമാദേവി LDF സ്ഥാനാർത്ഥിയായി പൂജപ്പുര വാർഡിൽ നിന്നും മത്സരിക്കുന്നു. എല്ലാവരും എന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അരിവാൾ നെൽക്കതിരാണ് നമ്മുടെ അടയാളം. കഴിഞ്ഞ 30 വർഷമായി ഈ പൂജപ്പുര വാർഡിൽ മുരടിച്ചു കിടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ മത്സരിക്കുന്ന എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷന്റെ 100 വാർഡുകളിൽ എടുത്താൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള വാർഡാണ് ഇപ്പോൾ പൂജപ്പുര. ഏകദേശം 11,000-ഓളം വോട്ടർമാരുള്ള ഏറ്റവും വലിയ ഒരു വാർഡാണ് പൂജപ്പുര വാർഡ്. 30 വർഷം വരെയായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പൂജപ്പുരയിൽ ഡ്രെയിനേജ് പ്രശ്നം. അതുപോലെ തന്നെ ഡ്രെയിനേജിന്റെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് പൂജപ്പുര. അത് ഏകദേശം 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ ദുരിതങ്ങൾ വേറെ. അതുപോലെ ഈ കഴിഞ്ഞ പ്രാവശ്യം പന്ന്യൻ രവീന്ദ്രൻ MP ആയിരുന്നപ്പം പൂജപ്പുര 10-20 സെന്റ് സ്ഥലം അക്വയർ ചെയ്ത് പോസ്റ്റ് ഓഫീസിന് വേണ്ടിയിട്ട്. ഇപ്പോഴും ആ സ്ഥലം വീണ്ടും കാട് പിടിച്ച് കിടക്കുകയാണ്. അതുപോലെ പിന്നെ കുടിവെള്ളം, പൂജപ്പുര ഇന്നും ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളവും പിന്നെ ശുചീകരണം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രാധാന്യമേറിയ വിഷയം. പിന്നെ വോട്ടർമാരെ പലരും സമീപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി കേട്ട വിഷയവും വെള്ളത്തിന്റെ പ്രശ്നമാണ്. രാവിലെ വീട്ടമ്മമാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലോ ജലം. രാവിലെ പൈപ്പിന്റെ മുട്ടിൽ നിന്ന് സമയം കളയാനേ ഉള്ളൂ എന്നുള്ള പരാതിയും ആവലാതിയാണ് ഏറ്റവും കൂടുതൽ കേട്ടത്. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. അതുപോലെ പിന്നെ നമ്മുടെ പൂജപ്പുരയിലോട്ട് കിടക്കുന്ന ജഗതി കഴിഞ്ഞ് പൂജപ്പുരയോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പിന്നെ ഹൗസിംഗ് കോളനി അല്ല, ഒരു ഫ്ളാറ്റ് ഉണ്ട്. ഈ ഫ്ളാറ്റിന്റെ അവിടത്തേക്ക് ഏറ്റവും മേൽപ്രദേശത്തുള്ള എല്ലാ വെള്ളവും കൂടെ വന്നിട്ട് അവിടെ കുറേ വീടുകളുണ്ട്. ഏകദേശം പിന്നെ നമ്മുടെ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് അവിടെ കൂടുതലും താമസിക്കുന്നത്. ആ ഡ്രെയിനേജ് പ്രശ്നം, വെള്ളപ്പൊക്കം, അതൊരു വലിയ പ്രശ്നമാണ്. അത് കാണാതിരിക്കാൻ പറ്റത്തില്ല. അതിനെന്തെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ അത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അത്രയും അതിനുവേണ്ടി ചെയ്യാൻ കഴിയണം. ഇനി ഏറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ രാവിലെയും വൈകിട്ടും ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ കടന്നു പോകുന്ന സ്ഥലമാണ് പൂജപ്പുര പാളയം വഴിയുള്ള റൂട്ട്. അത് പൂജപ്പുര കഴിഞ്ഞ് അങ്ങോട്ട് പോയി ബേക്കറി DP വരെയുള്ള റോഡിന്റെ വികസന ഇല്ലായ്മ കാരണം ഏറ്റവും കൂടുതൽ സമയം പൂജപ്പുര റോഡിൽ കിടക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും അവർക്ക് സമയത്ത് ഓഫീസിലെത്താൻ കഴിയത്തില്ല. അതിന് എന്ത് ചെയ്യാൻ സർക്കാരിനോട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സർക്കാരുമായി ആലോചിച്ച് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിലെ ഏറ്റവും മികച്ച ഒരു വാർഡായി പൂജപ്പുരയെ മാറ്റുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിനുവേണ്ടി എല്ലാവരും എന്നോടൊപ്പം അണിചേരണം. അതിനുവേണ്ടി എനിക്ക് അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഒന്നുകൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഞാൻ രമാദേവി LDF സ്ഥാനാർത്ഥിയായി പൂജപ്പുര വാർഡിൽ നിന്നും മത്സരിക്കുന്നു. അരിവാൾ നെൽക്കതിറാണ് നമ്മുടെ അടയാളം. പൂജപ്പുരയെ ഒരു മികച്ച വാർഡാക്കി തീർക്കുന്നതിന് നല്ലവരായ എല്ലാവരും അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.